ഹായ് എവരിവൺ, IMS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. IMS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. IMS ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾക്കായി IMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുക. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങളിൽ PG ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഗസറ്റഡ് റാങ്കിലുള്ള ഗവൺമെൻറ് ജോലി നിങ്ങളെ കാത്തിരിക്കുകയാണ്. റിസർച്ച് ഓഫീസർ എന്നുള്ള ഗസറ്റഡ് റാങ്കിലുള്ള ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി IMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നാളുകളിൽ കോച്ചിങ് ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ പ്രൊസീജിയർ നടന്നു വരുന്ന ഈ കോച്ചിങ്ങിൽ റെക്കോർഡഡ് ലൈവ് ഇൻട്രാക്റ്റീവ്, അതുകൊണ്ട് തന്നെ അധ്യാപകരോട് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ ക്ലാസ്സുകളിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് ബേസിക് മുതൽ തന്നെ എക്സാം വരെയും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നു. മാത്രവുമല്ല, ഒരു പർട്ടിക്കുലർ പോർഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ പ്ലസ് MCQ റിവിഷൻ, മാത്രവുമല്ല 3000+ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ബുക്ക്ലെറ്റ് എന്നിവ സൗജന്യമായി കൊടുക്കുന്നു. നിങ്ങളും ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. IMSന്റെ ഭാഗമാണ്. 11th പ്രോബ്ലം നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ആരോ വിളിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ വന്നത്, ഒരു പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ് കാണാൻ ഒരു ഐഡിയ. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഏതൊരു സ്റ്റുഡൻറ് ആളുണ്ടോ? ഇപ്പോൾ ഈ ക്ലാസ്സിലുണ്ടോ? എന്നോട് ഐഡിയ പറഞ്ഞ ആള് ക്ലാസ്സിലുണ്ടോ? ഇപ്പൊ ക്ലാസ്സിലുണ്ടോ? ഇൻവേഴ്സ് കാണാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞു. നല്ല ഐഡിയ ആണെന്ന് തോന്നി. നമുക്കൊന്ന് പറയാം. പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ് കാണാൻ ഒരു ഐഡിയ. നമ്മളെന്താ പറഞ്ഞ 11 ഒരു പെർമ്യൂട്ടേഷൻ തന്നിട്ട് 1 to S4 പെർമ്യൂട്ടേഷൻ തന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കാണാനാ പറഞ്ഞത് അല്ലേ? അല്ലടോ, ഇൻവേഴ്സ് കാണാൻ ഒരു ഐഡിയ ഉണ്ട്. എന്താ പറയാ? 1 2 3 4. എന്തിന്റെ ഇൻവേഴ്സാ കണ്ടത്? 4 1 2 3. എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ലൈൻ ഉണ്ടല്ലോ, 4 1 2 3, അത് ആദ്യം ചെയ്ത 4 1 2 3. ഈ ലൈൻ ഇതിന്റെ ഇൻവേഴ്സ് അല്ല നമുക്ക് കാണേണ്ടത്, ഇതിന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഇതിന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പൊ ആദ്യം ഇതിന്റെ സെക്കൻഡ് റോ ചെയ്ത 4 1 2 3, എന്നിട്ട് 1 2 3 4 നിങ്ങളുടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്ത? 1 2 3 4 നിങ്ങളുടെ എഴുതുക. 1 2 3 4 നിങ്ങളുടെ എഴുതുക. എന്നിട്ട് എന്ത് എഴുതേണ്ടി അറിയാം? ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. എങ്ങനെ അറേഞ്ച് ചെയ്ത? 1 2 3 4 എന്ന് എഴുതുക. ഇതിൽ തന്നെ 1 എങ്ങോട്ടാ പോണ്? 2ലേക്കാ പോണ്. അപ്പൊ 1 goes to 2 എന്ന് എഴുതുക. ഇതിൽ 2 എങ്ങോട്ടാ പോണ്? 3ലേക്കാ പോണ്. 2 എന്തിലേക്ക്? 2 goes to 3 എന്ന് എഴുതുക. 3 എങ്ങോട്ടാ പോണ്? 4ലേക്കാ പോണ്. 3 goes to 4 എന്ന് എഴുതുക. 4 എങ്ങോട്ടാ പോണ്? 1ലേക്കാ പോണ്. അതങ്ങനെ കണ്ട് എഴുതുക. ഇതായിരിക്കും ഈ പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ്. അതിൽ മനസ്സിലായോ? ഞാൻ ഷോർട്ട് കട്ട് മെത്തേഡ് മനസ്സിലായോ? ഇൻവേഴ്സ് കാണാനുള്ള ഒന്നുകൂടെ പറയണോ? ഇതിന്റെ ഇൻവേഴ്സ് കാണണ്ടേ? ഇതിന്റെ 1 1 2 3 4 4 1 2 3. ഇതിന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണണ്ടേ? 4 1 2 3. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഫസ്റ്റ് റോ ആയിട്ട് പെർമ്യൂട്ടേഷൻ എഴുതുക. 4 1 2 3. എന്നിട്ട് നിങ്ങളുടെ എഴുതുക 1 2 3 4 നിങ്ങളുടെ എഴുതുക. ഇതുവരെ ഓക്കെ ആണോ? ഇനി ഒന്നുമില്ല. ഇനി ചെയ്യേണ്ടത് ഈ പെർമ്യൂട്ടേഷൻ സെറ്റപ്പ് ആക്കി എഴുതുക. സെറ്റപ്പ് ആക്കി എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും ഫസ്റ്റ് റോയിൽ 1 2 3 4 എഴുതി അത് അതുപോലെ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ എലമെന്റ്സിന് എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. ഇതിന് ഒന്ന് ഓർഡർ 1 2 3 4 എഴുതി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ ഓർഡറിൽ എന്ത് ചെയ്യണം? സെയിം ഇമേജസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ നോക്ക്, 1ന്റെ ഇമേജ് എന്താണ്? 2 ആണ്. അപ്പോൾ ഇവിടെ 1ന്റെ ഇമേജ് എന്ത് ചെയ്യണം? 2 എഴുതണം. ഇവിടെ 2ന്റെ ഇമേജ് 3 ആണ്. 2ന്റെ ഇമേജ് എന്ത് ചെയ്യണം? 3 എഴുതണം. 3ന്റെ ഇമേജ് 4 ആണ്. 3ന്റെ ഇമേജ് 4 എഴുതണം. 4ന്റെ ഇമേജ് 1 ആണ്. അങ്ങനെ എഴുതാം. ഇതായിരിക്കും ഇത് ഇൻവേഴ്സ്. ക്ലിയർ ആയോ? അപ്പോൾ ഓപ്ഷൻ 2 3 4 1 2 3 4 1. ഓക്കെ. ഇതെന്താ അവസ്ഥ? എങ്ങനെ ചെയ്യാം? എന്താ ചെയ്യണ്ടേ? ഫെർമാൻസ് തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താം? 2 raised to 70 ഈസ് കോൺഗ്രുവന്റ് ടു എന്ത് ചെയ്യണം?
അല്ല 2^17 അല്ല 2^17 p-1 2^p-1 2^16 ഈസ് കോൺഗ്രുവന്റ് ടു 1 mod 17. എഴുതിയോ? ഞാൻ എഴുതി 2^16 ഈസ് കോൺഗ്രുവന്റ് ടു 1 mod 17. ഇത് എഴുതാൻ കാരണം എന്താണ്? ഫെർമാറ്റ്സ് തിയറം. ഫെർമാറ്റ്സ് തിയറം എന്താ പറഞ്ഞത്? a⁻p-1 ഈസ് കോൺഗ്രുവന്റ് ടു 1 mod p. ഇത് ഉപയോഗിച്ചിട്ട് p=17 ആയത് p=17 വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്തത്? 2003 ആണ്ടിത്. പക്ഷേ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ 17 പ്രൈം ആവണം അല്ലേ? അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. 17 പ്രൈം ആവാത്ത കേസിൽ നമുക്ക് ചെയ്യാം. അത് നമ്മളെ സിലബസിലില്ല. നമ്മുടെ സിലബസിൽ ആ പ്രോബ്ലം 17 പ്രൈം ആവാത്ത കേസിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ സിലബസിൽ ഫെർമാറ്റ്സ് തിയറം മാത്രമേ പറഞ്ഞുള്ളൂ. ഫെർമാറ്റ്സ് തിയറം മാത്രമേ സിലബസിൽ പറഞ്ഞുള്ളൂ. പക്ഷെ ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം ആണ് സിലബസിൽ പറഞ്ഞത്. ജനറലൈസ്ഡ് ഫെർമാറ്റ്സ് തിയറം പറയുന്നത് a⁵n ഈസ് കോൺഗ്രുവന്റ് ടു 1 mod n. ഇതാണ് ജനറലൈസ്ഡ് ഫെർമാറ്റ്സ് തിയറം. പക്ഷെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ഡിസ്കസ് ചെയ്യാത്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി എന്നിന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ n=10 ആണെങ്കിൽ a=ഒരു 9 എടുക്കട്ടെ. a=9. അപ്പോൾ ഇതിൽ കൊടുത്താൽ എന്താ ഉണ്ടാവുക? 9^5n. 5n പറഞ്ഞാൽ 4 കോൺഗ്രുവന്റ് ടു 1 mod 10. അപ്പോൾ ഇവിടെ പ്രൈം ആയില്ലല്ലോ. ഓക്കെ, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കണ്ട. ഇപ്പൊ തൽക്കാലം നിങ്ങൾ സിലബസ് വെരിഫൈ ചെയ്തോ? ഫെർമാറ്റ്സ് തിയറം മാത്രമല്ലേ ഉള്ളൂ? ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം മാത്രമല്ലേ ഉള്ളൂ? ജനറലൈസ്ഡ് ഫെർമാറ്റ്സ് തിയറം ഉണ്ടോ? നിങ്ങൾ സിലബസിലൊന്ന് വെരിഫൈ ചെയ്യണേ. ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം മാത്രമേ ഉള്ളൂ എന്നൊന്ന് വെരിഫൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് ചെയ്താ? 2^16 ഈസ് കോൺഗ്രുവന്റ് ടു 1 mod 17 എഴുതാം. ഇനി ഇതിന്റെ എയിം എന്താ അറിയോ? ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്തായാലും നിങ്ങളോട് ചോദിക്കാം. എൻ്റെ എയിം എന്തായാലും അറിയോ? എൻ്റെ എയിം ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിനെ ഈ നമ്പർ ആക്കലാണ് എൻ്റെ എയിം. 2^2003 ആക്കലാണ് ഈ ഭാഗം എൻ്റെ എയിം. ഓക്കെ, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 2^16 ഈസ് കോൺഗ്രുവന്റ് ടു 1 mod 17 ഉണ്ട്. ഇനി 16 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2^13 എന്ന് കണ്ടെത്തണം. ഇങ്ങനെ അതായത് 2003 ഏതോ ഒരു നമ്പർ k കൊണ്ട് 16 ഈ ഫോമിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും. 10×16 എത്ര? 160 ഉള്ളൂ അല്ലെ? 16×10 എത്രയേ ഉള്ളൂ? 160 ഉള്ളൂ. 16 പിന്നെ എത്ര ഉണ്ട്? 40 എത്ര 16 ഉണ്ട്? 3. 12. 16×12 എന്താ ഉണ്ടാവുക? 16×12 എന്താ ഉണ്ടാവുക? 16×12 എന്താ ഉണ്ടാവുക? 16×13. 16×13 എന്താ ഉണ്ടാവുക? 10×16 160. പിന്നെ 3×16 30 42 102. ഓക്കെ, അതെ. 16×13 എന്താണ് അറിയോ? ഓ, 2003 ഉണ്ടല്ലേ? 203 ഞാൻ നോക്കുന്നത്. 130 ആണ്. 16×130 എത്ര ഉണ്ടാവുക? 125. 16×130 എന്താ? 125 മതിയോ? 16×125 എന്താ? 2000. ഓക്കെ. അപ്പൊ 16നെ 130 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2000 കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊരു റിലേഷൻ അറിയാം. 125. A ഈസ് കോൺഗ്രുവന്റ് ടു B mod m ആണെങ്കിൽ നമുക്കൊരു റിലേഷൻ അറിയാം. എന്താണ്? A⁻n ഈസ് കോൺഗ്രുവന്റ് ടു B⁻n mod m ആയിരിക്കും.
എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ എ റേസ് ടു എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു എൻ മോഡ് എം ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് എന്തുണ്ട്? ഇതുണ്ട്. 2 റേസ് ടു 16 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 17 ഉണ്ട്. അപ്പം രണ്ടിൻ്റെ ഇടയിലും പവർ ഒരു 125 കൊടുത്ത് റേസ് ടു 125 റേസ് ടു 125. അപ്പോൾ ഇതെന്തായി മാറും? 2000 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 ആയി മാറി. എൻ്റെ എയിം മറക്കരുത്, അല്ല എ റേസ് ടു 2000. എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ അല്ല എ അല്ല 2 റേസ് ടു 2000. അപ്പം എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 2003 ആക്കല. 2 റേസ് ടു 2000 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 17 ഉണ്ട്. ഇനി 2003 ആക്കണം. ഇവിടെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? 2 റേസ് ടു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 റേസ് ടു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ എത്രയായി? 2 റേസ് ടു 2003 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 റേസ് ടു 3 മോഡ് 17. 2 റേസ് ടു 3 മോഡ് 17 ആയി, തീർന്നു. അപ്പോൾ നമ്മൾ ആദ്യം കിട്ടിയ റിലേഷൻ എന്തായിക്കോട്ടെ, നമുക്ക് എന്ത് കിട്ടി? 2 റേസ് ടു 2003 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 8 ആയി, മോഡ് 17. ഇനി നമുക്കറിയാം എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. ഈ ബി എന്ന് പറയുന്ന നമ്പർ എമ്മിനേക്കാളും ചെറുതാണെങ്കിൽ, ബി എന്ന് പറയുന്ന നമ്പർ എമ്മിനേക്കാളും ചെറുതാണെങ്കിൽ എന്താ നമുക്ക് കിട്ടുക? എ എന്ന് പറയുന്ന നമ്പറിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആയിരിക്കും എന്ത്? ബി. അങ്ങനെ ഒരു മീനിങ്ങിനും കൂടെ എന്തിനുണ്ട്? കോൺഗ്രുവൻസ് ഉണ്ട്. എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം ആണെങ്കിൽ എ എന്ന് പറയുന്ന നമ്പറിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആയിരിക്കും എന്ത്? ബി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 2 റേസ് ടു 2003 ഈസ് കോൺഗ്രുവൻറ്റ് ടു 8 മോഡ് 17 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 റേസ് ടു 2003 എ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിരിക്കും എന്ത്? 8. അപ്പോൾ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു പ്രോബ്ലം പ്രതീക്ഷിക്കാതെ, ഈ പ്രോബ്ലം